കഴിഞ്ഞ ദിവസം വളരെ സുപ്രധാനമായ ഒരു അറസ്റ്റ് ഇന്ത്യയിൽ നടന്നു. അങ്ങ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ അതിർത്തി പ്രദേശത്ത് നിന്ന്, അതായത് മ്യാൻമാറുമായിട്ട് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ മിസോറാം, മണിപ്പൂർ ഒക്കെ അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശത്ത് നിന്നാണ് ആ അറസ്റ്റ് നടന്നത്. ഒരു അമേരിക്കൻ പൗരനും 6 ഉക്രൈൻ സ്വദേശികളുമാണ് അറസ്റ്റിലായത്. ഈ അറസ്റ്റ് പതിവ് പോലെ ദേശീയ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇങ്ങനെ ഒരു അറസ്റ്റ് നടന്നതായി പോലും ഭാവിച്ചില്ല. ഈ അറസ്റ്റിന്റെ പിന്നിൽ വലിയ ഒരു ചരിത്രമുണ്ട്, വലിയ സംഭവ വികാസങ്ങളുണ്ട്. അത്യന്തം ഞെട്ടിപ്പിക്കുന്ന രഹസ്യാത്മകമായ നിരവധി നീക്കങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അറസ്റ്റിലായത് ഒരു അമേരിക്കൻ പൗരൻ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ആ അമേരിക്കൻ പൗരന്റെ പേര് മാത്യു ആരോൺ വാൻ എന്നാണ്. ഇയാൾ വാസ്തവത്തിൽ 2011 ലിബിയയിലെ ഗദ്ദാഫി വിരുദ്ധ പോരാളികൾക്ക് സഹായം ചെയ്തു കൊടുത്തതിന് പിടിയിലായി 6 മാസം തടവ് അനുഭവിച്ച ആളാണ്. അത് മാത്രമല്ല, ഇയാൾ മാധ്യമ പ്രവർത്തകനാണ് എന്ന വ്യാജേന കുഴപ്പങ്ങൾ നടക്കുന്ന സ്ഥലത്ത് ചെന്ന് അവിടത്തെ വിമത പോരാളികൾക്ക്, ഈ പറയുന്നത് പോലെ അത് നക്സലൈറ്റുകളായാലും മാവോയിസ്റ്റുകളായാലും ഇസ്ലാമിക ഭീകരരായാലും അതുപോലെ തന്നെ ഈ ക്രിസ്ത്യൻ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി ഒളിപ്പോര് നടത്തുന്ന ആൾക്കാർ, അത്തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നവർ ആയാലും ശരി, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരാളാണ്. അവർക്ക് ആളും അർത്ഥവും നൽകി വരുന്ന ഒരാളാണ്. ഈ അമേരിക്കൻ പൗരന്റെ പശ്ചാത്തലം വളരെ ദുരൂഹമാണ്. മാധ്യമ പ്രവർത്തകൻ, ഡോക്യുമെന്ററി സംവിധായകൻ എന്നീ നിലയിലാണ് ഇയാൾ പലയിടത്തും അവതരിക്കുന്നത്. സിറിയയിൽ എത്തിയ ഇയാൾ സിറിയൻ വിമത പോരാളികൾക്ക് ആളും അർത്ഥവും ആയുധവും എത്തിച്ചു കൊടുക്കുകയും അവരെ പരിശീലിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതാണ് ഈ ആരോൺ വാൻ ഡൈക്കിനെ കുറിച്ചുള്ള, മാത്യു ആരോൺ വാൻ ഡൈക്കിനെ കുറിച്ചുള്ള പ്രഥമ വിവരം. ഇയാളെ കഴിഞ്ഞ ദിവസം NIA ആണ് കസ്റ്റഡിയിൽ എടുത്തത്. ഈ NIA അതീവ രഹസ്യമായി നടത്തിയ ഒരു ഓപ്പറേഷനിലാണ് ഇയാളെ പിടികൂടിയത്. അതായത് ഡൽഹി, ലക്നൗ, കൊൽക്കത്ത ഒക്കെ കേന്ദ്രീകരിച്ച് കൃത്യമായിട്ട് ഇയാളെ സഹായിക്കുന്ന ചില പ്രാദേശിക വ്യക്തികളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇയാളുടെ മൊബൈലും ലാപ്ടോപ്പും NIA പിടിച്ചെടുത്ത് പരിശോധിച്ചു വരികയാണ്. അതായത് ഈ മ്യാൻമാർ എന്ന് പറയുന്ന രാജ്യത്ത് വലിയ അസ്ഥിരതയുണ്ട്. അവിടെ തദ്ദേശീയരും ഗവൺമെന്റും തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അവിടെ ഈ പറയുന്നത് പോലെ സ്വതന്ത്ര രാജ്യം ആവശ്യപ്പെട്ട് ചില പോരാട്ടങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിന്റെ പിന്നിൽ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ആണ് എന്നുള്ള സത്യം ഇന്നിപ്പോൾ എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ആ മ്യാൻമാറിനോട് തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളാണ് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ മിസോറാം, മണിപ്പൂർ ഒക്കെ. ഈ മണിപ്പൂരിൽ നമുക്കറിയാം, കലാപകലുഷിതമായ ഒരു അന്തരീക്ഷം കുറച്ചു നാളുകൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്നു. അവിടെ 2 ഗോത്ര വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയും അതിരൂക്ഷമായ കലാപത്തിലേക്ക് അത് പോവുകയും ചെയ്തത് നമുക്കെല്ലാവർക്കും പരിചിതമാണ്, നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ്. ഈ മ്യാൻമാറിലെ ഒരു ഭാഗം, അതുപോലെ മണിപ്പൂർ, മിസോറാം. ഈ മണിപ്പൂറും മിസോറാമും ഒക്കെ ഇന്ന് ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങളാണ്. ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ അടർത്തിയെടുത്ത് മ്യാൻമാറിനോടൊപ്പം ചേർത്തുകൊണ്ട്, മ്യാൻമാറിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗങ്ങളുമായി ചേർത്തുകൊണ്ട് ഒരു ക്രിസ്ത്യൻ രാജ്യം രൂപീകരിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന് വർഷങ്ങൾക്ക് മുമ്പ് പരസ്യമായി പറഞ്ഞത് ബംഗ്ലാദേശ് ഭരിച്ചുകൊണ്ടിരുന്ന ഷെയ്ഖ് ഹസീനയാണ്. ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിൽ നിന്ന് എങ്ങനെയാണ് നിഷ്കാസിതയാക്കിയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ പങ്ക് എത്രത്തോളം ഉണ്ടെന്നും നമുക്കറിയാം.
ആ ഷെയ്ഖ് ഹസീന അന്ന് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തി മ്യാൻമാറുമായിട്ട് ചേർത്തുകൊണ്ട് ഒരു ക്രിസ്ത്യൻ രാജ്യം രൂപീകരിക്കാനുള്ള ഗൂഢാലോചന നടക്കുന്നു എന്ന് അവർ അന്ന് അടിവരയിട്ട് പറഞ്ഞിരുന്നതാണ്. എന്തായാലും അന്ന് ആ മുന്നറിയിപ്പ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം വളരെ ജാഗ്രതയോടെ ഈ കാര്യം നിരീക്ഷിച്ച് പോന്നിരുന്നു. അതുകൊണ്ടാണ് ഈ ആരോൺ വാൻ ഡൈക്ക്, മാത്യു ആരോൺ വാൻ ഡൈക്കിനെയും അയാളുടെ ഒപ്പം ഉണ്ടായിരുന്ന 6 ഉക്രൈൻ പൗരന്മാരെയും പിടികൂടാൻ NIAക്ക് കഴിഞ്ഞത്. ഇവർ വന്നത് എന്തിനാണെന്ന് കൂടി മനസ്സിലാക്കണം. ഈ വളരെ രഹസ്യമായി ഇന്ത്യയിലേക്ക് ഡ്രോണുകൾ എത്തിച്ചു. ആ ഡ്രോണുകൾ മ്യാൻമാറിലേക്ക് കൊണ്ടുപോകാനാണ് ഇവർ ശ്രമിച്ചത്. അതായത് ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഡ്രോണുകൾ ഉപയോഗിച്ച് ഫലപ്രദമായി റഷ്യയുടെ വ്യോമതാവളങ്ങൾ ആക്രമിച്ച രീതി നമ്മൾ കണ്ടതാണ്. ആ ഒരു യുദ്ധ തന്ത്രത്തിന് അല്ലെങ്കിൽ ആ യുദ്ധ രീതിക്ക് വലിയ പ്രചാരം നമ്മുടെ ഇന്ന് ലോകത്ത് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഈ മ്യാൻമാറിൽ ഡ്രോൺ ഉപയോഗിച്ച് പരിശീലനം നൽകാൻ ഒരു ശ്രമം നടന്നതായിട്ടാണ് NIA കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഇന്ത്യയിൽ എത്തിച്ച ഡ്രോണുകൾ അതീവ രഹസ്യമായി മ്യാൻമാറിലേക്ക് കൊണ്ടുപോവുക, മ്യാൻമാറിൽ എത്തിച്ച് അത് ഉപയോഗിക്കാൻ പരിശീലിപ്പിക്കുക, തുടർന്ന് മ്യാൻമാറിലെ സർക്കാർ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനത്തെ അട്ടിമറിക്കാൻ അവിടുത്തെ പട്ടാളത്തെയും അവിടുത്തെ പട്ടാള താവളങ്ങളെയും ആ ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമിക്കാൻ ഒക്കെയായിരുന്നു ഇവരുടെ ലക്ഷ്യം. അതിന് വേണ്ടുന്ന പരിശീലനം നൽകാനുള്ള ആൾക്കാരെയും കൂട്ടി, അതായത് ഉക്രൈൻ പൗരന്മാരെയും കൂട്ടിയാണ് മാത്യു ആരോൺ വാൻ ഡൈക്ക് അവിടെ എത്തിയത്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നടന്ന ഒരു ഗൂഢാലോചനയുടെ ഫലമാണ് ഈ നീക്കം എന്ന് NIA തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ NIA വളരെ വിശദമായി ഇവരുടെ ഈ ലാപ്ടോപ്പും അതുപോലെ തന്നെ മൊബൈൽ ഫോണുകളും പരിശോധിച്ചു വരുന്നു. അതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് പ്രാദേശിക സഹായം എവിടെ നിന്നൊക്കെയാണ് ഇവർക്ക് ലഭിച്ചത് എന്ന് അറിയാൻ കഴിയും. ആ പ്രാദേശിക സഹായം നൽകിയ വ്യക്തികളെ പിടികൂടുകയാണ് ഇനി NIAയുടെ ലക്ഷ്യം. അവർ അക്കാര്യത്തിൽ വളരെയേറെ മുന്നേറിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന. എന്തായാലും ലിബിയയിലും സിറിയയിലും ഇറാഖിലും ഒക്കെ ഈ പറഞ്ഞതുപോലെ സായുധ ഗ്രൂപ്പുകളെ സഹായിച്ച ഒരാൾ വെറുതെ അല്ല ഇന്ത്യയിൽ വന്ന് ഇതുപോലെയുള്ള ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. അത് നമുക്ക് കൃത്യമായിട്ട് തടയാൻ കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ഏജൻസിക്ക് എന്നുള്ളതാണ് നമ്മുടെ വിജയം. എന്തായാലും ഈ മ്യാൻമാറിന്റെ ഒരു ഭാഗം കേന്ദ്രീകരിച്ച് നടക്കുന്ന വലിയ ഇത്തരത്തിലുള്ള മതപരിവർത്തന നീക്കങ്ങളും ശ്രമങ്ങളും അതുപോലെ തന്നെ അവിടെ തദ്ദേശീയമായി നടക്കുന്ന കലാപങ്ങളും സംഘർഷങ്ങളും ഒക്കെ വിരൽ ചൂണ്ടുന്നത് ഒരിടത്തേക്കാണ്. അത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ കുതന്ത്രങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പതിവ് പോലെ ഇക്കുറിയും അമേരിക്ക ഇതൊക്കെ ഞങ്ങളുടെ പണിയല്ല എന്ന് പറഞ്ഞ് കൈ കഴുകാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇവരെ പിടികൂടിയിരിക്കുന്നത്. മാത്യു ആരോൺ വാൻ ഡൈക്കിൽ നിന്ന് വിലപ്പെട്ട വലിയ വിവരങ്ങൾ നമുക്ക് കിട്ടാനുണ്ട്. ബംഗ്ലാദേശിൽ എങ്ങനെയാണ് ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ചത്, അവിടെ എങ്ങനെയാണ് മുഹമ്മദ് യൂനസ് എന്ന പാവയെ സർക്കാർ ഉണ്ടാക്കാൻ അവിടെ വിനിയോഗിച്ചത്, ഇതിന്റെയൊക്കെ പിന്നിൽ അമേരിക്ക കളിച്ച കളി എന്താണ്, ഇതൊക്കെ കൃത്യമായിട്ട് നമുക്ക് വിവരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. എന്തായാലും ഈ ബംഗ്ലാദേശിനെ അസ്ഥിരപ്പെടുത്തിയ അതേ ശക്തികൾ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്ന് അടർത്തി മാറ്റി ഒരു പുതിയ ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് നമുക്ക് ലഭിച്ചത്. ആ ഏറ്റവും ഒടുവിൽ നടന്ന അവരുടെ ആ നീക്കം പോലും സമർത്ഥമായി പൊളിക്കാൻ ഇന്ത്യയുടെ അന്വേഷണ ഏജൻസിക്ക് കഴിഞ്ഞു എന്നുള്ളത് ചെറിയ നേട്ടമല്ല, അത് വലിയ നേട്ടം തന്നെയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം.